തീയല്ല, സൂര്യനായി തിരികെ വന്നുദിക്കാനുള്ള ശേഷിയുള്ളവളാ ശാലിനി. അത് സംഭവിക്കുമ്പോൾ സത്യഭാമയുടെ കൊട്ടാരം കണ്ണീരിലും ശാപത്തിലും കടലെടുത്ത് പോകാതിരിക്കാൻ വേണ്ടി മനസ്സിലെത്തി പ്രാർത്ഥിക്കണേ. അങ്ങും ആ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ശാലിനിക്ക് ശക്തി ഉണ്ടാവൂ. ഈ പണിക്കാർ ഉപേക്ഷിച്ചുപോയ കല്ല് മൂലക്കല്ലാന്ന് കേട്ടിട്ടില്ലേ നീ? അത് സംഭവിക്കുക തന്നെ ചെയ്യും. സർവ്വരാജകീയ പ്രതാപങ്ങളോടെയും ശാലിനി മടങ്ങിയെത്തും. അച്ഛാ, അച്ഛാ, വല്യച്ഛ, അച്ഛനെവിടെ? എന്താ പപ്പി മോളെ? ഒന്നിങ്ങ് വന്നേ. അമ്മേ, അമ്മേ, എന്താ മോളെ? അച്ഛമ്മേ, അച്ഛമ്മേ, എന്തടി മുത്തേ? അച്ഛമ്മേ, അച്ഛൻ എവിടെയാ? എന്തോടാ മോള് പറയുന്നത്? എന്തിനാടി പൊന്നെ രാവിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? അവൾക്ക് സംശയം തീർന്ന സമയമില്ലല്ലോ. ഇവളുടെ സംശയം തീർത്തു കൊടുക്കാനല്ലേ നമ്മൾ എല്ലാരും. എന്റെ മുത്ത് ചോദിക്ക്. ഏതാ അച്ഛമ്മേ ഫോട്ടോ? ആന്റി, ആന്റിയുടെ മുഖം എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നത്?
പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ആവശ്യമില്ലാത്തവരെ പറ്റി എന്തിനാ മോളെ സംസാരിക്കുന്നത്? ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ എന്തിനാ അച്ഛമ്മേ നമ്മുടെ കുടുംബ ഫോട്ടോയിൽ നിർത്തിയിരിക്കുന്നേ? വാ കുഞ്ഞെ. ദൈവം പൊറുക്കില്ല ഭാമേ. ഞാൻ സഹിച്ചോളാം. ഓ, മോളുടെ ആയിരുന്നു ബോള്. പൊട്ടിപ്പോയല്ലോ മോളെ. പോടാ. അമ്മേ. എടോ, ഞാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേടോ, എന്നെ ആ പൊടിക്കൊച്ചു വിളിച്ചു കേട്ടോ. അസിസ്റ്റന്റ് കമ്മീഷൻ ആണെന്നൊന്നും കൊച്ചിനറിയില്ലല്ലോ സാറേ. പിന്നെ സാറിന് ഉപകാരത്തിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കാൻ പോകരുത്, പ്രത്യേകിച്ചും പെൺകുട്ടികളോട്. മാനം പോവും. എടോ സോമശേഖര, താനേ എസ് ഐ മൂത്ത് എസ് ഐ ആയാലേ ഉള്ളൂ. ഇയാളെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉപദേശിക്കാറായിട്ടില്ല കേട്ടാ. അല്ല സാറേ, സത്യഭാമയുടെ ചോരയാണല്ലോ എന്ന് കരുതി പറഞ്ഞതാ ഞാൻ. സത്യഭാമയുടെ ചോരയോ? എടോ, പത്മാവതി വണ്ടി അടിച്ച് ചത്തപ്പോ ആ പശ്ചാത്താപത്തിൽ അവരുടെ മകനെ സത്യഭാമ മകനായിട്ട് സ്വീകരിച്ചെങ്കിലേ, എടോ അവരുടെ കൊച്ചിന് എങ്ങനെയാണോ സത്യഭാമയുടെ ചോര വരുന്നേ? ഇവിടെ നിന്ന് ആഴ്ച ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുകയാണോ?
ആരും ഒന്നും മറന്നെന്ന് കരുതണ്ട. പ്രത്യേകിച്ച് ഈ ചന്ദ്രബോസ് ഒട്ടും മറക്കില്ല. ആരാടാ കൊച്ചിനെ രക്ഷപ്പെട്ടു സാറേ. എന്താടോ? ഞാൻ കരുതി ആ വേലക്കാരിയും കൂടി സാറിന്റെ തന്തയ്ക്ക് വിളിക്കുമെന്ന്. പോയി പണിയെടുക്കണോ? വാടോ. ആരാ പൊന്നി? പെട്ടെന്നൊന്ന് കേറി വാടോ. രാഘവേട്ട, ശാലിനിയുടെ പേര് തന്നെ കേൾക്കുന്നതിന് സത്യമാവേ, അയാളെ തുറന്ന് കൈയെടുക്ക്. ചന്ദ്രബോസേ, എന്ത് അതിക്രമം നിങ്ങൾ കാണിക്കുന്നേ? അതിക്രമമൊന്നുമല്ല രാഘവ സാറേ. ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചാൽ മതി. ഈ കാണിക്കുന്ന തെമ്മാടത്തിലാണ് നിങ്ങളുടെ ഡ്യൂട്ടി. സാറേ, ഇത് റെയ്ഡാ. സെർച്ച് ചെയ്യുമ്പോ ചില സാധനങ്ങളൊക്കെ തറ വീണ് പൊട്ടിയെന്നും ചീറ്റിയെന്നൊക്കെ ഇരിക്കും. അതൊക്കെ പതിവുള്ളതാ. അല്ല സാറേ, സെർച്ചിന് വാറണ്ടോ? ഓ ഉണ്ടല്ലോ. അതും കൊടുക്കണോ? ഇത് പോരാന്നുണ്ടെങ്കിലേ വേറെ 2-3 എണ്ണോടെ കൊടുത്തു വിടാം. എന്തോടോ? ശരിയായിരുന്നു. വായിച്ച് ബോധ്യപ്പെട്ടോ പിള്ളേ? ഇനി ആർക്കും തടസ്സമൊന്നുമില്ലല്ലോ. അല്ല, എന്തിന്റെ പേരിലായി സെർച്ച് എന്ന് കൂടി പറയണം. ഇവിടെ എന്താ ചാരായം മാറ്റോ കഞ്ചാവ് കൂടണോ വല്ലതും ഉണ്ടോ? അതൊക്കെ സെർച്ച് കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റൂ രാഘവ സാറേ. ഏറെ വീട് തപ്പണോ? വേഗം ഒന്ന് നോക്കണോ. നിക്കേ. ചന്ദ്രബോസേ, ഇയാളുടെ കയ്യിൽ സെർച്ച് വാറന്റ് ഉണ്ട്, സമ്മതിച്ചു. സെർച്ച് ചെയ്തോ? പക്ഷെ അത് കരിമ്പിൻകാട്ടിൽ ആന കയറിയതുപോലെ ഇവിടെയുള്ളതല്ലേ ഇളക്കി മറിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അത് ചെയ്യുന്നവന്മാർ ഇവിടുന്ന് വന്ന പോലെ മടങ്ങില്ല. അതിപ്പോ പോലീസായാലും പട്ടാളം ആയാലും. ഭീഷണിയാണോടാ? അതേന്ന് കൂട്ടിക്കോളൂ ചന്ദ്രബോസേ. 6 വർഷം മുമ്പത്തെ വിഷ്ണുവിനേക്കാൾ കൂടുതൽ പേടിക്കണം ഇപ്പോഴത്തെ വിഷ്ണുവിനെ താൻ. ഈ വിഷ്ണുവിന് മുകളിൽ ആകാശം, താഴെ ഭൂമി മാത്രമേ ഉള്ളൂ. പഴയ CI ചന്ദ്രബോസ് അല്ല അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അത് ഓർമ്മ വേണം. എന്നേക്കാൾ കൂടുതൽ ആ ഓർമ്മ തനിക്കാണ് ചന്ദ്രബോസെ വേണ്ടേ. പണ്ട് എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിരുന്നത് CI ആയിരുന്നെങ്കിൽ ഇപ്പൊ കൊള്ള
കൊള്ളാൻ പോകുന്നതേ അസിസ്റ്റന്റ് കമ്മീഷണറാ. അത് ഈ കീഴ് ജീവനക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചാകുമ്പോ മൊത്തം പോലീസ് ഫോഴ്സിന് അത് നാണക്കേടാവും. സമയം കളയാതെ പോയി അത് എടുത്തോണ്ട് വേണോ? സർ ഒന്ന് വേഗം ആവട്ടെ. അവിടെ എന്താ? സത്യാമ്മ അവിടെ നിക്കണം. അവിടെ എന്താ കുഞ്ഞ്? ആർക്കറിയാം? സത്യഭാമ എന്തിനാ പേടിക്കുന്നത്? മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ മാത്രമല്ല വീട്ടിലും പേടിക്കണ്ട സത്യഭാമേ. ആ കിട്ടി സാറേ. ഇതാണ് ചന്ദ്രബോസെ താൻ വലിയൊരു വാറണ്ട് നീട്ടിപ്പിടിച്ചോണ്ട് വന്ന് സത്യഭാമയുടെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തത്. തൽക്കാലം ഇത് മതി സത്യഭാമേ. ചന്ദ്രബോസെ ആ തോക്ക് അവിടെ വയ്ക്ക്. ഇതൊരു മാരകായുധമാണല്ലോ സത്യഭാമേ. മറ്റു മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഇതിങ്ങനെ കൈവശം വെക്കാൻ പാടുള്ളതല്ല. ക്രിമിനലുകളുടെ കൈവശമായി ഈ തോക്കിരിക്കുന്നെങ്കിൽ ആ കുഴപ്പമാണ്, മഹാപ്രശ്നമാണ്. ചന്ദ്രബോസെ സർക്കാർ ലൈസൻസോട് കൂടി തന്നെയാ സത്യഭാമ ഈ തോക്ക് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാരും പറഞ്ഞു? സത്യഭാമ എന്ന സ്ത്രീയുടെ പേരിലുള്ള തോക്കിന്റെ ലൈസൻസ് ഈ കഴിഞ്ഞ 30-ാം തീയതി ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ സത്യഭാമ? പിള്ളേ, അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടില്ല സാറേ. ലൈസൻസ് റദ്ദാക്കിയാൽ ആ വിവരം തോക്ക് കൈവശം വെച്ചിരിക്കുന്നവരെ അറിയിക്കണ്ടേ? എടോ, ഇവരെ തോക്കിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ അത് ഇവിടെ വന്ന് പറഞ്ഞ് ഓച്ചാണിച്ചിരിക്കാൻ ജില്ലാ കളക്ടർ എന്താ സത്യഭാമയുടെ വീട്ടിലെ പുറമണിക്കാനാണോടാ? കാര്യസക്കണാപ്പ. ലൈസൻസ് ഇല്ലാതെ ഇത്തരം ഒരു ആയുധം കൈവശം സൂക്ഷിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സത്യഭാമേ. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അറസ്റ്റോ? ലൈസൻസ് ആരുടെ പേരിലാണോ അവരെയാണ് അറസ്റ്റ് ചെയ്യുക. ഈ കേസിൽ ഇപ്പോ ഒരു സംശയവും വേണ്ട, എന്റെ പേരിൽ തന്നെയാ ലൈസൻസ്. ചന്ദ്രബോസേ, ഇത് ചതിയാ. ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിരുന്ന തോക്കിന് ഞങ്ങളാരും അറിയാതെ ലൈസൻസ് നിഷേധിച്ചു. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കയറുമെന്ന് പറയുക, അനുമതിയില്ലാതെ ആയുധം കയ്യിൽ സൂക്ഷിച്ചു, അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. എടോ, ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാ? ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം രാഘവ സാറേ. അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും തോക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ അവരിങ്ങനെ മാലപ്പടക്കം പോലെ ആളുകളെ പൊട്ടിച്ച് തള്ളുന്നത്. പക്ഷെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തെ അതല്ല അവസ്ഥ. തോക്ക് പോലൊരു മാരകായുധം കൈവശം സൂക്ഷിക്കുന്നുണ്ടെങ്കിലേ സർക്കാർ അത് അറിഞ്ഞിരിക്കണം. സർക്കാരിന്റെ തന്നെ വിവേചനാധികാരം ഉപയോഗിച്ച് ആ ലൈസൻസ് എപ്പോ വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാം. ലൈസൻസ് കാലാവധി തീരുമ്പോഴോ തോക്ക് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ആൾ സമൂഹത്തിന് അപകടകരമായി മാറിയേക്കാമെന്ന് തോന്നുമ്പോഴോ ഇതൊന്നും വേണ്ട. ഒരു VVIP സന്ദർശനം മാത്രം മതി. ആ ഏരിയയിലുള്ള മൊത്തം തോക്കുകളും ആ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാ ചന്ദ്രബോസ് പറയുന്നേ?
ലൈസൻസ് സസ്പെൻഡ് ചെയ്തപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് പോലീസിന്റെ വിഷയമേ അല്ല. ആ സമയത്ത് തന്നെ നിങ്ങൾ ആയുധം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമായിരുന്നു. അതർവൈസ് ഇറ്റ് ഈസ് എ ഇല്ലീഗൽ കസ്റ്റഡി ഓഫ് വെപ്പൺസ്. ഗുരുതരമായ നിയമലംഘനം. ചന്ദ്രബോസേ, ഈ അറസ്റ്റ് ഒഴിവാക്കിക്കൂടെ? ഈ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാ, സീനിയർ സിറ്റിസണാ, പോരെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റും കൂടാ. ഈ അവസ്ഥയിൽ ഭാമയെ... എൻ്റെ പൊന്ന് രാഘവ സാറേ, ഈ തോക്കിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും ഈ തോക്കുമായിട്ട് നാട്ടിലിറങ്ങി ആളെ വെടിവെച്ച് കൊല്ലുമെന്ന് എനിക്ക് ഒരു പേടിയില്ല. മുമ്പ് ഇത് ഇവിടെ എങ്ങനെയായിരുന്നോ അത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കും. അതുമല്ലെങ്കിൽ ഈ തോക്ക് ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തതായിട്ട് ഒരു രേഖ ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഈസി അല്ലേ സാറേ? സത്യഭാമയെ ഞാൻ കേസ് ചെയ്ത് ഒഴിവാക്കി തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു വ്യവസ്ഥ, only one condition. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും എൻ്റെ പേരെടുത്താ വിളിക്കുന്നത്. ഒരുമാതിരി മടിയിലിരുത്തി പേരിട്ട പോലെ, ചന്ദ്രബോസ് എന്ന്. ഒരു ബഹുമാനമില്ലാത്ത പോലെ. എന്റെ സബോർഡിനേറ്റ്സിന് മുമ്പിൽ വെച്ചാ ഇങ്ങനെ വിളിക്കുന്നുള്ള ആരും ഓർമ്മ വേണം. ദേ, ആ നരുന്ന് കൊച്ചു വരെ എന്നെ വിളിക്കുന്ന എടാ പോടാന്ന്. ഈ ധിക്കാരം സാധിച്ച് തോക്കും വാങ്ങി ചുമ്മാതങ്ങ് പോയാ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നില്ലേ സത്യഭാമേ? ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ? ആ ബഹുമാനമല്ലേ എനിക്ക് മറ്റുള്ളവർ തരത്തുള്ളൂ. അല്ല, ചന്ദ്രബോസ് എന്താ പറഞ്ഞു വരുന്നത്? വലിയ കാര്യമൊന്നുമല്ല രാഘവ സാറേ. ഈ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഒരു സംഗതിയാണ്. രാഘവൻ നായരെന്നെ കുടിപ്പള്ളി കൂട്ടത്തിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ സാറെന്ന് വിളിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? തിരിച്ചും അതേ ബഹുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അത് ന്യായമല്ലേ ഇവിടെ? ഒരു നിസ്സാര ആവശ്യം എനിക്ക് പോകും. ഈ നിൽക്കുന്ന സത്യഭാമ ഒരു തവണ, ഒരൊറ്റ തവണ എന്നെ സാറേ ഒന്ന് വിളിക്കണം. തോക്കും വാങ്ങി അത് കൈപ്പറ്റിയതായിട്ടുള്ള റെസീപ്റ്റും തന്ന് ഈ പോലീസുകാരെയും കൊണ്ട് ഞാനങ്ങ് വെക്കണം. സത്യഭാമേ, ഈ പ്രായത്തിൽ കേസും കോടതിയും ജയിൽവാസവും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സത്യമേ, ചന്ദ്രബോസേ, നമുക്ക് പോകാം. കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചാലേ കുതിരക്കുട്ടി അതിനെ കമ്മീഷണർ എന്ന് വിളിക്കില്ല ചന്ദ്രബോസേ. സുനിതേ, സർ, നടക്ക സത്യാമേ. നിക്ക്. രാഘവ സാറേ, ഞങ്ങളുടെ ഡ്യൂട്ടി നടപ്പിലാക്കാൻ അനുവദിക്കുന്നോ അതോ? വിഷ്ണു, നിയമപ്രകാരമുള്ള നടപടികൾ അവർ ചെയ്യുന്നത്. ബാക്കി നോക്കാനുള്ള അവകാശം അതേ നിയമത്തിൽ തന്നെ നമുക്കുമുണ്ട്. നീ വഴിമാറ്. അമ്മ ഇവരെങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അച്ഛാ. വിഷ്ണു, പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. ചന്ദ്രബോസേ, നിങ്ങൾക്ക് വേണ്ടത് അനധികൃതമായി ആയുധം സൂക്ഷിച്ച കേസിലെ പ്രതിയല്ലേ? അത് അമ്മയല്ല.
ഞാനാ. അതെങ്ങനെയാടാ? സത്യഭാമയുടെ പേരിലല്ലേ തോക്കിന്റെ ലൈസൻസ്? ജൂൺ 30-നല്ലേ കളക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേ. അക്കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. തോക്ക് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് തന്നെ അത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. തോക്ക് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു എന്ന് അമ്മയോട് കള്ളം പറഞ്ഞേ ഞാനാ അത് കൈവശം വെച്ചിരുന്നേ. അതായത് സത്യഭാമയുടെ ബെഡ്റൂമിലെ ഡ്രോയിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്ത തോക്ക് നീ അമ്മ അറിയാതെ സൂക്ഷിക്കുകയായിരുന്നു എന്ന്. കൊള്ളാം കൊള്ളാം. കഥയൊട്ടും വിശ്വാസയോഗ്യമല്ലല്ലോ വിഷ്ണു. മകൻ അമ്മയോടുള്ള സ്നേഹപ്രകടനം 90s സിനിമയിലുള്ള ക്ലീഷേ സീനാണല്ലോടാ. ലോകത്തെ ഒരു പോലീസുകാരൻ ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേസ് നിന്റേതായതുകൊണ്ട് ഞാനത് വിശ്വസിക്കുക. ഇത് പിടിക്കണോ? എനിക്ക് നീ മതി വിഷ്ണു. വാമോനെ, നമുക്ക് പോയേക്കാം. മോനെ, എന്തോന്നമ്മ, തോക്കേഴ്സല്ലേ, തൂക്കേറൊന്നും കിട്ടത്തില്ല. അച്ഛാ പോയിട്ട് വരാം. പോവാം ചന്ദ്രബോസേ. വാട പോലെ നടക്കും. സോമശേഖര, സാറിനെ ആ മയിൽവാനത്തിലോട്ട് കയറ്റിക്കോ. വാടാ വാടാ. ഇയാളിത് കേറ്. കേറാടോ സോമശേഖര. കേരള അങ്ങോട്ട്. അപ്പോ സത്യഭാമേ, ടാറ്റ. രാമ സാറേ, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. വലിയച്ഛനെ പോലീസുകാർ തല്ലും അമ്മേ. പോലീസുകാരെന്തിനാ വലിയച്ഛനെ കൊണ്ടുപോയത്? നാശത്തിന്റെ തുടക്കമാ മക്കളെ, നമ്മുടെയല്ല, ശത്രുവിന്റെ. 11 അക്ഷഹുണിപ്പടയെ നയിക്കുന്ന കൗരവരെ നേരിടാൻ കരുത്തില്ലാത്തത് കൊണ്ടല്ല പാണ്ഡവര് വനവാസത്തിന് പോയതും അരക്കില്ലത്തിൽ വസിച്ചതും. ജനിച്ച നാട്ടിൽ സൂചികുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവർക്കും ആയുധമെടുക്കേണ്ടി വന്നു. പക്ഷേ ചതിയും വഞ്ചനയും ശീലമാക്കിയ കൗരവപ്പടയെ ജയിക്കാൻ അവർക്കൊരാളുടെ സഹായം വേണ്ടി വന്നു.
ഘോരയുദ്ധം 18 ദിവസം നീണ്ടു നിന്നിട്ടും ആയുധമെടുക്കാതിരുന്ന മധുരാനാഥൻ. ഈ വീടിനെ മാത്രമല്ല, നാടിനെ ഒന്നാകെ രക്ഷിക്കാൻ ആ അവതാരമുണ്ടാവും. അപകടം നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ അവന്റെ പാതി തന്നെ അവതരിക്കും.